സലാംഖാനെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഞാനും എൻ്റെ വേറൊരു ആവശ്യമായിട്ട് പുള്ളിയെ കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സലാംഖാന്റെ സ്റ്റാറ്റസ് കണ്ടത്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു. പിന്നെ ഒരു അവസരം കിട്ടിയത് അള്ളാഹുവിനും എല്ലാവരും നന്ദി പറഞ്ഞു. അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു സമയം ഉണ്ടല്ലോ അതിന്. ആ സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പോ നമ്മളൊരു ലക്ഷ്യത്തെ നോക്കുക, മാക്സിമം അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി പറയാൻ നോക്കുക. പറയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു FF ആണ് ഈ വേൾഡ്, ഇത് FF ആക്കിയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ടെക്നീക്സിൽ ഇനി സലാമൊക്കെ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ക്യാമ്പൊക്കെ അവർക്ക് നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന കുട്ടികൾ ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ വീട്ടിൽ നല്ല നല്ല കുറെ കുട്ടികളെ നമുക്ക് വർക്ക് 8 ദിവസത്തെ ക്യാമ്പ് കൊടുക്കുക, 2 ദിവസത്തെ ക്യാമ്പ് കൊടുക്കുക. ഇവർ പിന്നെ ലോകത്തിൽ അതിന് തെരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും കൊടുക്കരുത്, എല്ലാവർക്കും കൊടുത്തേക്ക് വരാണ്ട് പോയി വീട്ടിൽ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് നല്ല രസമുള്ള ഒരു 1 ഡേ ക്യാമ്പൊക്കെ കൊടുത്തിട്ട് ഒരു ടൈം പ്രിപ്പറേഷനൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതിൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ല പ്രഭാഷകരാകാം. അങ്ങനെ പ്രഭാഷകരാകട്ടെ. ഇതിലുള്ള മുമ്പുള്ള കുട്ടികളും നല്ല അടിപൊളി പ്രഭാഷകരായിരിക്കുന്നത് എല്ലാവർക്കും കറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം വേദിയിൽ സലാംഖ വീണ്ടും എന്നെ ഇത് വിളിച്ചു തരും, എന്നെ വിശ്വാസം ഉറപ്പിച്ചു തരും. ഞാൻ ആദ്യമായിട്ട് അള്ളാഹുവിനെ ശ്രമിക്കുന്നു. കൂട്ടത്തിൽ ഇവിടുത്തെ നൽകിയ സലാംഖ എന്റെ ബയോഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെയും നമ്മുടെ നേരെ നമ്മുടെ പ്രോഗ്രാം സഹായത്തോടു കൂടി അദ്ദേഹം ഞാൻ ആദ്യം തിരിച്ചത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ പേരറിയോ? സക്കീർ സാർ. ഞാൻ ആദ്യം ധരിച്ചത് സത്യത്തില് ഫോക്കസിന്റെ പ്രിൻസിപ്പിളാണ് ഞാൻ ആദ്യം പുള്ളി കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ വളരെ തിരക്കുകളുള്ള വളരെ തിരക്ക് പിടിച്ച ഒരു ഹോസ്പിറ്റലിന്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരാണ്. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങളോടും കൂടെ നിങ്ങളുടെ കഴിവുകളിലും വളർച്ചകളിലും പ്രോത്സാഹനം ചെയ്യാൻ ഒരു മടിയും കാണിക്കാണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റ് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെങ്കിൽ അദ്ദേഹം ഫോക്കസിന്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ മാസ്റ്റർ ഞാൻ വൈകിട്ട് കൊടുത്തു. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ 2 പ്രാവശ്യം ഒരു റിക്വസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ആരാണെന്നുള്ളൂ. പക്ഷെ വളരെ തിരക്കുകൾ വെച്ചുകൊണ്ട് ഹയാത്ത് ഹോസ്പിറ്റലിന്റെ അവിടുത്തെ മാനേജറാണ്, അവിടുത്തെ എല്ലാമാണ്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളോട് കൂടെ ചെലവഴിക്കാൻ വന്നതാണ്. എന്തായാലും ഞങ്ങളുടെ ഈ വേദിയും ജീവിയോടുകൂടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനും വേദിയിലിരിക്കുന്നവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നല്ല പ്രഭാഷകരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.